Hello guys, welcome back to my channel. I am Rishi and now you are watching Rock and Roll. Guys, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ പാടങ്ങളിൽ, അതായത് കണ്ടങ്ങളിൽ കൊയ്യണത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് നെൽവയലുകളിൽ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കൊയ്യുന്നത്, പിന്നെ അത് എന്ത് ചെയ്യും, ആ നെല്ല് എന്ത് ചെയ്യും നമ്മൾ, അങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട് എന്ന് വെച്ചാൽ പാലക്കാടാണ്. പാലക്കാട് ഒരുപാട് നെൽകൃഷി ഇന്നും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് നെൽകൃഷിയുണ്ട്. അപ്പോൾ അത് ഇന്ന് കൊയ്യാൻ പോവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കൊയ്യുന്നത് നമ്മളുടെ മനുഷ്യർ തന്നെയാണ് കൊയ്യുന്നത്. കൊയ്തതിന് ശേഷം നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നെൽമണിയാക്കിയതിന് ശേഷം അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനെല്ലാം മെഷീനറി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കൊയ്ത്ത് മെഷീനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ കൊയ്ത്ത് മെഷീനിൽ കൊയ്ത നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ആ നെല്ലിനെ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ കൊയ്ത്ത് മെഷീൻ ദൂരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുറ്റികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഏകദേശം എത്തി. ഓക്കെ, ഇതാണ് കൊയ്ത്ത് മെഷീൻ്റെ അടുത്ത് നിന്നുള്ളൊരു വ്യൂ. അതായത് ഉമ്മറത്തുള്ള ആ ഒരു തിരിയുന്ന സാധനത്തിൽ നമ്മുടെ നെല്ല് ചെടി പെടും. അതിനുശേഷം അത് മുറിച്ചെടുക്കുക. ചെടിനെ മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊരു ടാങ്ക് ഉണ്ട്. അതായത് നമ്മൾ കൊയ്തെടുത്ത നെൽമണികളിനെ ശേഖരിച്ച് വെക്കേണ്ട ചെറിയൊരു ടാങ്ക്. അപ്പോൾ അത് നിറയ്ക്കും. അതിൽ മുകളിൽ കൂടെ നെല്ല് മണിയായതിനു ശേഷം അത് വരും. അതിന് ശേഷം നമ്മൾ ആ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ ട്രാക്ടർ വഴി എടുക്കും. അതിനാണ് നമ്മൾ ഒരു മഞ്ഞ കളറിലുള്ളൊരു ഔട്ട് കൊടുത്തിരിക്കുന്നത്. ബേസ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിരിക്കുന്ന വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ എന്നുള്ളൊരു വിത്താണ് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പഞ്ചയാണ് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാം പ്രാവശ്യം നമ്മൾ ഈ ഒരു കൊല്ലം രണ്ടാം പ്രാവശ്യം വിത്ത് ഇറക്കിയതാണ് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം പ്രാവശ്യം കൊയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴയെല്ലാം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടത്തിൽ വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ടയർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കൊയ്യുന്നത്. ഇനി ആദ്യത്തെ വിളവിറക്കിയ സമയത്ത് അത് നമ്മൾ കൊയ്യുന്നത് മഴയുള്ള സമയത്താണ്. അപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ കണ്ടത്തിൽ നിറയെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഉള്ളത് കൊണ്ട് ചെയിൻ മെഷീനാണ് ഉപയോഗിച്ചിട്ടാണ് കൊയ്യുന്നത്. ചെയിനുള്ള മെഷീനാകുമ്പോൾ പൂന്തി പോവില്ല ചളിയിൽ, ഇതാവുമ്പോൾ പൂന്തി പോകും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കൊയ്ത്ത് മെഷീനിൽ ശേഖരിച്ച് വെച്ച നമ്മുടെ നെൽമണി നമ്മൾ ട്രാക്ടറിലേക്ക് മാറ്റുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൊയ്ത്ത് മെഷീനിൽ നമ്മൾ നെൽമണി ശേഖരിച്ച് വയ്ക്കും, അതിനെ നമ്മൾ ട്രാക്ടറിലേക്ക് മാറ്റുമെന്ന്. അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മൾ കുറച്ച് നേരം കൊയ്ത്ത് മെഷീൻ കൊയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ടു. അപ്പോൾ ഞാനും അനിയനും അച്ഛനും കൂടെ പോയിട്ട് അതിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊയ്തതിന് ശേഷം നമ്മുടെ നെല്ല് നമ്മൾ ട്രാക്ടറിലേക്ക് ആക്കുന്നത് കണ്ടു. അപ്പോൾ ട്രാക്ടർ നമ്മളുടെ വീട്ടിലേക്ക് വന്ന് നമ്മളുടെ നെല്ല് ഇവിടെ നമുക്ക് കൊട്ടും. അതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ട്രാക്ടർ കൊണ്ടുവന്ന് നിർത്തി. ഇനിയിപ്പോൾ അത് നമ്മൾ കൊട്ടും. ഗൈസ്, ട്രാക്ടറിൽ കൊണ്ടുവന്ന നെല്ല് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നെല്ല് ഉണക്കിയതിന് ശേഷം നമ്മളിത് ഇതേപോലെ കാറ്റത്തിടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിൽ ഒരുപാട് ചണ്ടുകളും അതായത് പുല്ലും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം പോകാനാണ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.